മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി അവർ സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോണ സമയത്ത് തന്നെ നമ്മളുടെ കരുണയുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങാണ്. കാരണം നമ്മളുടെ ഉണ്ണിയും ദുർഗയും ഇതുവരെയും കരുണയ്ക്ക് സപ്പോർട്ടായിരുന്നെങ്കിലും ഈ ദുർഗയുടെ ഭർത്താവിനെ കൊന്നത് കരുണയുടെ അച്ഛൻ പ്രതാപനാന്ന് അറിയുന്നതോടുകൂടി ഈ ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ പോകുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ വന്നതോടുകൂടി ഈ ദുർഗയും ഉണ്ണിയും മഹാലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, ഞാനൊരു അച്ഛനായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരുടെയും മുഖത്ത് ഒരു ഞെട്ടലാണ് കാണുന്നത്. അതാണെങ്കിൽ കണ്ണൻ ശ്രദ്ധിക്കണമുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ടായിന്ന് കേട്ടിട്ട് അമ്മയുടെയും ഇവൻ്റെയും മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ആരാ പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്, എന്നിട്ട് അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കണമെന്ന് ചോദിക്കുമ്പം നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നീട് പറയുന്നുണ്ട്, ഇന്ന് ഇവൻ്റെ ഭാര്യയും അവളുടെ മുത്തശ്ശിയും കൂടി ആസ്പത്രിയിൽ വന്നായിരുന്നു, ഡോക്ടറെ കാണാൻ വന്നതാ, അവളൊരു അമ്മയാവാൻ പോവാന്ന് പറഞ്ഞേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതേടെ മോനെ അവളെ നമ്മളിങ്ങോട്ട് വിളിച്ചുകൊണ്ടിരണ്ടേന്ന് ചോദിക്കുമ്പം എന്തിന്, അവളെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരേണ്ട കാര്യമില്ല, നിന്നോടാ ഞാൻ പറയണേ അവളെ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാൻ നിൽക്കണ്ടാന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാനൊന്നും പോണില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പരിഹാസത്തോടുകൂടി പറയുന്നുണ്ട്, അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ ഭാര്യ പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോൾ നിനക്കറിയാം പൈസയ്ക്ക് ചിലവ് വരുമെന്ന്, പൈസ ചിലവ് തന്നെ ഒരു കേസ് നീ കേൾക്കാറില്ലല്ലോ, അവിടെ നിൽക്കുകയാണെങ്കിൽ അവളുടെ മുത്തശ്ശി അവൾക്ക് വേണ്ട ചിലവൊക്കെ ചെയ്തോളൂല്ലോ എന്ന്. ആ സമയത്ത് ഉണ്ണിയാണെങ്കിൽ അടി കൊണ്ടതുപോലെ ആവുന്നുണ്ട്. ഇതേസമയം ദുർഗ ചോദിക്കുന്നുണ്ട്, പ്രതാപനും മാമേട്ടനും ഇപ്പോഴും ലോക്കപ്പിൽ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം അതെ, ഇനി അവർക്ക് ജാമ്യം കിട്ടാനൊന്നും വഴിയില്ല, അഥവാ ജാമ്യം കിട്ടിയാലും കാര്യമൊന്നുമില്ല, ഇനി അവരുടെ സമ്പാദ്യമൊക്കെ കേസ് നടത്തി തീരുമെന്ന്. ആ സമയത്ത് ദുർഗ ഉണ്ണിയും ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്ത്, എന്തോ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സ്റ്റേഷനിൽ കിടക്കണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും, ഒത്തിരി നാൾ സത്യമൊന്നും മൂടി വയ്ക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല, ഒരു ദിവസം സത്യം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും, നിങ്ങൾ അന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, എന്നാലും നിനക്കറിയാമെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞെന്തായാലും നിങ്ങൾ അറിയണ്ട, അല്ലാതെ തന്നെ നിങ്ങൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമെന്നും പറഞ്ഞ് കണ്ണനും അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ഈ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ എന്തോ ഒരു വലിയ കുഴപ്പം നടന്നിട്ടുണ്ട്, അതാ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. ആ സമയത്ത് ഉണ്ണിയും പറയുന്നുണ്ട്, അത് അമ്മ പറഞ്ഞത് നേരെ, ആ കരുണയുടെ അച്ഛൻ്റെ സമനില തെറ്റിയപ്പോൾ മുതൽ കരുണ ഒരു പ്രത്യേക സ്വഭാവത്തിൽ ഇവിടെ ജീവിച്ചത്, മഹാലക്ഷ്മിയും കണ്ണനും എന്ത് പറഞ്ഞാലും കരുണ അതിന് തിരിച്ചൊന്നും പറയാറില്ലായിരുന്നു, അവർ പറയണതെല്ലാം അനുസരിക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ കണ്ണേട്ടനും മഹാലക്ഷ്മിക്കും അറിയാം അവളുടെ അച്ഛനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തേക്കണേന്ന്, നമ്മൾ വിചാരിക്കണേന് അപ്പുറത്തുള്ള എന്തോ ഒരു കുറ്റം അവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ലോക്കപ്പിൽ കിടക്കണേ. എന്തായാലും ആ പ്രതാപൻ അത്ര നല്ലവനൊന്നും അല്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഞാനൊന്ന് ഏടത്തിയെ വിളിച്ച് നോക്കാം, ഏടത്തി എന്താ പറയണതെന്ന് അറിയാലോ എന്നും പറഞ്ഞ് ദുർഗയാണെങ്കിൽ ഫോൺ എടുത്ത് ഈ സീമന്തിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ ബെല്ലടിക്കണതല്ലാതെ സീമന്തിനി ഫോൺ എടുക്കണില്ല. ഇതേസമയം നമ്മളുടെ സീമന്തിനിയോട് സ്വാതി പറയുന്നുണ്ട്, അമ്മേ ഇതേ അപ്പച്ചിയെ വിളിക്കണേ, അമ്മ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പം ദുർഗ സത്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കണേയായിരിക്കും, അവളുടെ ഭർത്താവിനെ കൊന്നത് നിൻ്റെ അച്ഛനാന്ന് അറിഞ്ഞിട്ട് എന്നെ വഴക്കു പറയാനായിരിക്കും വിളിക്കണേ, അത് കേൾക്കാൻ വേണ്ടി ഞാൻ എന്തിനാ ഫോൺ എടുക്കണേ, എന്നാലും അച്ഛനിത് എന്തിൻ്റെ കേടായിട്ടാണ് അമ്മാവനെ കൊല്ലാൻ പോയ, അമ്മാവനിപ്പോൾ ജീവിച്ചിരിക്കുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പം അന്ന് നിൻ്റെ അച്ഛനെ അമ്മാവൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നിന്നതുകൊണ്ടാണ് നിൻ്റെ അച്ഛൻ അയാളെ കൊന്നത്, എന്തായാലും ഇന്നിപ്പോൾ അതിൻ്റെ ശിക്ഷ അയാൾ അനുഭവിക്കണം, അതുമാത്രമല്ല ഒരുത്തൻ മേളിൽ മലർന്ന് കിടക്കണില്ലേ അവനും അവൻ ചെയ്തതിൻ്റെ ശിക്ഷ തന്നെ അനുഭവിക്കണം. അങ്ങനെ വീണ്ടും വീണ്ടും ഫോൺ ബെല്ലടിച്ചതും ഈ സീമന്തിനി സ്വാതിയോട് ഫോൺ എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സ്വാതി ഫോൺ എടുത്തിട്ട് എന്താ അപ്പച്ചിന്ന് ചോദിച്ചതും എടി മോളെ അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കണം. അന്നേരം അമ്മ അപ്പുറത്തുണ്ട്, അപ്പച്ചി എന്താന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പം അതല്ല വാമേട്ടനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് സ്വാതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല അപ്പച്ചി, എന്തായാലും അമ്മ വരുമ്പോൾ ഞാൻ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞ് സ്വാതി വേഗം തന്നെ ഫോൺ വെച്ചിട്ട് സീമന്തിനിയോട് പറയുന്നുണ്ട്, നിലവിൽ അപ്പച്ചി സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അമ്മയെന്ന്. പിന്നീട് കാണിക്കുന്നത് ലോക്കപ്പിൽ കിടക്കുന്ന പ്രതാപനെയും വാമദേവനെയാണ്. പ്രതാപനാണ് ഈ വാമദേവനോട് പറയുന്നുണ്ട്, എന്തൊരു ഗതികേടിനാണ് നിന്നോട് ഞാനന്ന് കൊട്ടേഷൻ വാങ്ങി ആ വിശ്വനാഥനെ കൊന്നത്, അന്നത് ചെയ്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അവതാളത്തിലായി എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ അതിന് വെറുതെ ഒന്നും അല്ലല്ലോ ചെയ്തത്, എൻ്റെ ഇന്ന് പൈസ എണ്ണി മേടിച്ചിട്ടല്ലേ നീ ആ കൊട്ടേഷൻ പൂർത്തീകരിച്ചത്, അന്ന് എനിക്ക് പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ കൊട്ടേഷൻ ഏറ്റത്, ഇന്ന് എനിക്കിപ്പോൾ മണ്ടത്തരാന്ന് തോന്നുന്നു പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ നോക്കാമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി രക്ഷപ്പെടാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല,
കണ്ണൻ എല്ലാ രീതിയിലും ശക്തനാണ്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എന്ത് ശക്തി ഉണ്ടെങ്കിലും അവൻ വീൽ ചെയറിൽ നിന്ന് ഇതുവരെ എണീറ്റിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് തന്നോട് ആരാടോ പറഞ്ഞ് അവൻ എന്നേ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റതാണ്. അത് കേട്ടതും വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പ്രതാപ, ഭ്രാന്ത് പറയുകയാണോ, അതോ ലോകപ്പിൽ കിടന്നപ്പോൾ നിൻ്റെ സമനില വീണ്ടും പോയോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ സമനില പോയതൊന്നുമല്ല, ഞാൻ അന്ന് ആ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, അന്ന് അവൻ നടക്കുമെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട്, താൻ എന്തൊക്കെയാണ് പ്രതാപമായി പറയണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയണത് സത്യം, കണ്ണൻ നമ്മളെപ്പോലെ തന്നെ ശരിക്കും നടക്കുന്നു. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും കരുണയുടെ മുത്തശ്ശീനെയാണ്. കരുണയുടെ മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട്, എന്നാലും മോളെ, അവളുടെ കുഞ്ഞ് മരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നിട്ടിപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യണതെല്ലാം നമുക്ക് തന്നെ പാരയാവുമല്ലോ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, പിന്നെ വേറൊരു കാര്യം മോളെ, അവളുടെ കുഞ്ഞിനും അവൾക്കൊന്നും പറ്റാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പോൾ ആ കണ്ണൻ മോളെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടേനെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് ശരിയാ മുത്തശ്ശി, അയാളുടെ കുഞ്ഞിനോ ആ മഹാലക്ഷ്മിക്കോ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ കേസ് കൊടുത്ത് തന്നെ ജയിലിലേക്ക് വിട്ടേനെ. ഇതിപ്പോൾ എന്തായാലും അവർക്കൊന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ കേസും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇനി മോളെ കമലേശ്വരത്തേക്ക് ഉണ്ണി തിരിച്ചു കൊണ്ടുപോകില്ലായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അറിയില്ല മുത്തശ്ശി, എന്തായാലും അയാളുടെ കൂടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും മേടിച്ച് തന്നെങ്കിൽ അയാളെ കൊണ്ട് സാധിക്കില്ല. അയാൾ എപ്പോഴും പൈസ കണക്ക് കൂട്ടിക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ അങ്ങനെ പറയല്ലേ, നിൻ്റെ കുഞ്ഞ് ജനിക്കുമ്പം അതിന് അച്ഛൻ വേണ്ടേ, അച്ഛൻ്റെ അമ്മയുടെയും തണലിൽ വേണം കുഞ്ഞ് വളരാൻ, അല്ലാതെ നീ ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തും. അതുമാത്രമല്ല, ഇപ്പോൾ പ്രതാപനാണെങ്കിൽ ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. ഇനി ജാമ്യം കിട്ടിയാൽ തന്നെ കേസ് നടത്താൻ വേണ്ടി ഒരുപാട് രൂപ ചിലവാകും. അതുമാത്രമല്ല, വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ്റെ അച്ഛനെ കൊന്നതിന് കണ്ണന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട വരുമെന്ന്. ചിലപ്പോൾ അവൻ നഷ്ടപരിഹാരം ചോദിക്കുന്നത് കോടികളായിരിക്കും. അപ്പോൾ പ്രതാപൻ്റെ വാമദേവൻ്റെ ഉള്ള സമ്പാദ്യം മൊത്തം വിറ്റ് കണ്ണന് കൊടുക്കേണ്ടി വരുമെന്ന്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, എന്നാലും ഈ അച്ഛന് വലിയ ആവശ്യം ഉണ്ടായിരുന്നോ അന്ന് അവരെ കൊല്ലണ്ടേ, അങ്ങനെ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നപ്പം കൂടെ ആ കണ്ണേട്ടനെയും കൊന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ മോളെ അന്ന് അവനത് ചെയ്തത്, എന്തായാലും ഇനി വരാനുള്ളത് വഴി തങ്ങുമൊന്നുമില്ല. ഇനി അധികം വൈകാതെ തന്നെ ദുർഗയും ഉണ്ണിയും ഈ സത്യങ്ങളൊക്കെ അറിയും. ഇവർ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോളെ ഒരിക്കലും അവർ കമലേശ്വരത്തേക്ക് വിളിക്കാനും പോണില്ല, മോളുടെ കാര്യം അന്വേഷിക്കാനും പോണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ ആസ്പത്രിയിലേക്ക് വരാണ്. അപ്പോൾ മഹാലക്ഷ്മിനെ റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിട്ട് കണ്ണൻ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കാണാനായിട്ട് റൂമിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്നിട്ട് കണ്ണൻ മഹാലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ കണ്ണേട്ട, നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്, പക്ഷേ അവസാന നിമിഷം എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു, എന്തോ ഒരു ദിവ്യശക്തി എന്നിലേക്ക് കയറിയത് പോലെ എനിക്ക് തോന്നി. ആ സമയത്ത് അവർ പെട്ടെന്ന് തന്നെ എൻ്റെ സർജറി നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തത്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഞാനും മഞ്ജുവും ലേഹയും അതുപോലെ മാർക്കോയും എല്ലാവരും തനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും തനിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് വന്നത്. എന്തായാലും നമ്മുടെ കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ കുഞ്ഞിൻ്റെ മേത്തൊരു മറുകുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതന്ന് തൻ്റെ ശരീരത്തിൽ വിഷം ചെന്നില്ലേ, ആ വിഷം ചെന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്ന മറുകാന്നാണ് പറഞ്ഞത്. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം, അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഞാൻ ഒരുപാട് ഭയന്ന് പോയി കണ്ണേട്ടാ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ലോ എന്ന്. പിന്നീട് കരുണയുടെ കാര്യം ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവളെ ഞാനിന്ന് കണ്ടിരുന്നു, അവൾ അമ്മയാവാൻ പോവാന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നേരാണോ കണ്ണേട്ടാ, അവൾ അമ്മയാവാൻ പോവാണെന്ന് ചോദിക്കുമ്പം, അതേടോ അവൾ അമ്മയാവാൻ പോവാ, അവളെ ഡോക്ടറെ കാണിക്കാനായിട്ട് അവളുടെ മുത്തശ്ശി അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം, അവളിപ്പോൾ നല്ല പേടിയിലാണ് നിൽക്കണേ. ഒന്നാമതേ അവളുടെ അച്ഛനും ആ അമ്മാവനും ഇപ്പോൾ ജയിലിലാലോ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ കണ്ണേട്ടാ അമ്മാവൻ ജയിലിലായി എന്ന് ചോദിക്കുമ്പം, അത് താൻ അറിഞ്ഞില്ലല്ലോ, എൻ്റെ അച്ഛനെ കൊല്ലാൻ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് ആ വാമദേവന. അതെ, വന്നിട്ടാണോ അയാൾ അതും പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പം, അയാൾ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും, അത്രയ്ക്കും നീച ജന്മ, വെറുതെയാണോ അയാളുടെ മോനിപ്പോൾ മേളിലോട്ട് നോക്കി കിടക്കണേ, ഇനി ഒരിക്കലും അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോണില്ല. അതുമാത്രമല്ല, ഇത്രയും നാളും ജോലിയൊന്നുമില്ലെങ്കിലും അമ്മാവിൻ്റെ മേഘൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാസാമാസം ഒരു തുക ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇനി മുതൽ ആ തുകയിടൽ ഞാൻ നിർത്തി. ഇനി അവരെങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്തവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കുറച്ച് മുന്നേ കണ്ണേട്ടൻ ഇതുപോലെയുള്ള തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഇത്രയും നാളും കണ്ണേട്ടൻ വെറുതെ അവരെ തീറ്റി പോറ്റുമല്ലായിരുന്നോ, എന്നിട്ട് അവർക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു നന്ദിയുണ്ടോ, നമ്മളെ ഉപദ്രവിക്കണമെന്ന് മാത്രമല്ലേ അവർ ചിന്തിച്ചിട്ടുള്ളൂ. ആ സമയത്ത്
കണ്ണൻ പറയുന്നുണ്ട് ഇനി എന്തായാലും അങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ നടക്കണവർ എൻ്റെ മുതൽ തിന്ന് ജീവിക്കണ്ടെന്ന്. പിന്നീട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് വീട്ടിലെ അമ്മയും ഉണ്ണിയൊന്നും വിവരങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ താനും കുഞ്ഞും മരിക്കുമെന്ന് വിചാരിച്ച് അമ്മയും മകനോടെ സന്തോഷിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ചെന്നിട്ട് പറഞ്ഞത് തനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാന്ന്. അത് കേട്ടതും അമ്മയുടെയും മോൻ്റെയും മുഖം അങ്ങോട്ട് മാറിയെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും ഇവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ എങ്ങനെയാണ് പറ്റണത്? ഒരാളുടെ ജീവൻ എടുക്കാൻ ഒരു മടിയില്ലാത്തവർ ഇവരൊക്കെ എങ്ങനെയായി പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയാനാടോ, അതൊക്കെ നമ്മുടെ വിധിയാണ്. എന്തായാലും ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോനെയാണ്. മാർക്കോയാണെങ്കിൽ കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ വന്ന് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി മാർക്കോ കുഞ്ഞിനെ എടുത്തതും കുഞ്ഞിൻ്റെ കഴുത്തിൽ ആ ഒരു മറുക് കാണുന്നുണ്ട്. ആ മറുക് കണ്ടതും മാർക്കോ ആ സിദ്ധയായ അമ്മ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ഇങ്ങനെ വിഷം കഴിച്ചതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ശരീരത്ത് അതിൻ്റേതായ ഒരു മറുകുണ്ടെന്ന്. എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട് ഇതെന്താ മഹാലക്ഷ്മി കുഞ്ഞിൻ്റെ മേത്തൊരു മറുകുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതുണ്ടല്ലോ മാർക്കോ, അന്ന് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വിഷം പോയില്ലായിരുന്നോ, ആ വിഷം ചെന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുകുണ്ടായെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. ആ സമയത്ത് ഈ മാർക്കോ വിചാരിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞതും അമ്മ പറഞ്ഞതും ഒരുപോലെ തന്നെയാണല്ലോ, എന്തായാലും ഈ കുഞ്ഞ് നിസ്സാരക്കാരിയൊന്നുമല്ല, ഒരുപാട് ശക്തികളുള്ള കുഞ്ഞാന്ന് അമ്മ പറഞ്ഞതും മാർക്കോ ഓർക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട് ഇനി എന്താ കണ്ണൻ സാറിൻ്റെ പ്ലാൻ, മഹാലക്ഷ്മിയെ വീണ്ടും കമലേശ്വരത്തേക്ക് എന്നെ കൊണ്ടുപോകാനാണെന്ന് ചോദിക്കുമ്പം ഇല്ല, ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ നേരെ അനന്തുവിൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടുപോകണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ വന്ന സമയത്ത് ഈ ദുർഗയും ഉണ്ണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എടാ ഉണ്ണി, എന്തായാലും കരുണ വിശേഷം അറിയിച്ച സ്ഥിതിക്ക് കരുണയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ കണ്ണൻ സമ്മതിക്കുമായിരിക്കും. ഇപ്പോൾ അവനക്ക് കരുണയോടൊരു മനസ്സിലൊക്കെ തോന്നുമായിരിക്കും. ഒന്നാമതേ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ കരുണേനെ ഇങ്ങോട്ട് കയറ്റണേനെ അവനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് തോന്നണില്ല അമ്മേ, കരുണയെ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ കണ്ണേട്ടനെ അനുവദിക്കൂലെന്ന്. ആ സമയത്താണ് നമ്മളുടെ കണ്ണനെ അങ്ങോട്ട് വരുന്നത്. കണ്ണനെ കണ്ടതും ദുർഗ വലിയ സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് എടാ മോനെ കണ്ണ, ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മളുടെ കരുണമോളും അമ്മയും ആവാൻ പോകുമെന്ന്. അത് കേട്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട് അതല്ല മോനെ, ഇനിയിപ്പോൾ കരുണ ഇവിടെയല്ലേ ജീവിക്കേണ്ടത്, മഹാലക്ഷ്മിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് കരുണയും കൂടി വിളിച്ചുകൊടുന്നാലോ എന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ അവൾ അവിടെ തന്നെ നിൽക്കട്ടേന്ന്. എന്തായാലും എൻ്റെ തീരുമാനത്തിന് നിലവിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ അമ്മ തന്നെ അമ്മയുടെ തീരുമാനം മാറ്റും. പിന്നീട് അമ്മ കരുണയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് കണ്ണ ഈ പറയണേ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പം അതാ ഞാൻ പറഞ്ഞ 1-2 ദിവസത്തിനുള്ളിൽ അമ്മയ്ക്കും ഇവനക്കും എല്ലാ സത്യങ്ങളും മനസ്സിലാവും. അതോടുകൂടി അമ്മയ്ക്ക് കരുണയോടുള്ള എല്ലാ ഇഷ്ടവും പോയിക്കോളും. എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ, അതിൽ കൂടുതൽ പറഞ്ഞ് ആരുടെയും ജീവിതം തകർക്കാനൊന്നും ഞാൻ നിൽക്കണില്ല എന്നും പറഞ്ഞ് കണ്ണൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് കരുണയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അയാൾ സമ്മതിക്കൂലെന്ന്. അത് മാത്രമല്ല അമ്മേ, എന്തോ ഒരു വലിയ തെറ്റ് കരുണയുടെ അച്ഛനും അമ്മാവനും കൂടി നമ്മളോട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ജയിലിൽ കിടക്കണേ, എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഉണ്ണി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.